എൻ്റെ എല്ലാ കൂട്ടുകാർക്കും PSC IQ റാങ്കറിൻ്റെ പുതിയൊരു വീക്ക്ലി കറണ്ട് അഫെയർ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനമായ എയ്റോ ഇന്ത്യയുടെ എത്രാമത് എഡിഷനാണ് ഫെബ്രുവരി 10 മുതൽ 14 വരെ ബംഗളൂരുവിലെ യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷനിൽ നടന്നത്? 15ാമത് എഡിഷനാണ് ഈയിടയ്ക്കായിട്ട് നടന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. രാജ്യത്തെ ആദ്യ വനിതാ സ്ക്യൂബ ഡൈവിംഗ് ടീം കേരളത്തിൽ പ്രവർത്തനം തുടങ്ങി. ടീമിൻ്റെ പേര് എന്താണ്ട? ഗാനറ്റ്സ് എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ആദ്യ വനിതാ സ്ക്യൂബ ഡൈവിംഗ് ടീം അത് കേരളത്തിൽ പ്രവർത്തനം തുടങ്ങി. അതിൻ്റെ പേരെന്താണ്ട? ഗാനറ്റ്സ് എന്നാണ്. എന്താണ് ഈ ഗാനറ്റ് എന്ന വാക്കിനർത്ഥം? നമ്മുടെ കടലിൽ ഒരു 30 മീറ്ററോളം 30 അടിയോളം താഴ്ചയിൽ ചെന്ന് മീൻ പിടിക്കാൻ ശേഷിയുള്ള ഒരിനം കടൽ പക്ഷിയുടെ പേരാണ് ഈ ഗാനറ്റ് എന്ന് പറയുന്നത്. അതിലെ ഈ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരിലെ വനിതകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 17 പേരാണ് 30 മീറ്റർ ആഴത്തിൽ ഡൈവ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള പരിശീലനം നമ്മുടെ തൃശ്ശൂരിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ പൂർത്തിയാക്കിയത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. 2025 അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ആക്ഷൻ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ആൻസർ എന്താണ്ട? പാരീസ് ആണ്. പാരീസ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. 2025 അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ആക്ഷൻ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ആൻസർ എന്താണ്ട? പാരീസ് ആണ്. ഈ ഒരു ഉച്ചകോടിയിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോണിനൊപ്പം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷ പദവി വഹിച്ചു എന്നുള്ളതാണ്. ഇത് ഒരു 100 രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളും അതുപോലെ സർക്കാർ പ്രതിനിധികളും കമ്പനി സിഇഒമാരൊക്കെ എന്ത് ചെയ്തു? നമ്മുടെ ഈ ഒരു ആക്ഷൻ ഉച്ചകോടിയിൽ എന്ത് ചെയ്തു? പങ്കെടുത്തു. അതുപോലെ ഫ്രാൻസും ഇന്ത്യയും ചേർന്നാണ് ഈ ഒരു ഉച്ചകോടി നമ്മുടെ അത് സംഘടിപ്പിച്ചത് ഫ്രാൻസും ഇന്ത്യയും ചേർന്നാണ്. ഇനി അടുത്ത ഉച്ചകോടി നടക്കാൻ പോകുന്നതും എവിടെ വെച്ചായിരിക്കും? അത് ഇന്ത്യയിൽ വെച്ചായിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ബാർട്ട് ഡേ വേവർ ഏത് രാജ്യത്തെ പുതിയ പ്രധാനമന്ത്രിയാണ്? ബാർട്ട് ഡേ വേവർ. ആൻസർ ബെൽജിയമാണ്. ബെൽജിയംകാരനായിട്ടുള്ള പുതിയ പ്രധാനമന്ത്രിയാണ് ആര്? ബാർട്ട് ഡേ വേവർ. ഈ ഒരു പിക്കിൽ കാണുന്നുണ്ടായിരിക്കും നിങ്ങൾ. നെക്സ്റ്റ് അദ്ദേഹം അവിടുത്തെ ഒരു എഴുത്തുകാരനും ചരിത്രകാരനും കൂടെയാണ് കേട്ടോ. ഒരു എഴുത്തുകാരനും ഒരു ചരിത്രകാരനും കൂടെയാണ് ആര്? നമ്മുടെ ഈ ബാർട്ട് ഡേ വേവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് വൈറ്റ് ടൈഗറിൻ്റെ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വരുന്നത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ ഗോവിന്ദ് ഹട്ട് രേവ എന്ന പ്രദേശത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വരുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ലോക റേഡിയോ ദിനം എന്താണ്ട? ഫെബ്രുവരി 13 ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനമായിട്ട് ആചരിക്കുന്നത്. അവിടെ എന്താണ് ആ ഒരു ദിനാചരണ വിഷയം എന്ന് ചോദിച്ചാൽ റേഡിയോ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. റേഡിയോ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ് 2025 ദിനാചരണ വിഷയം. ഇനി എന്തുകൊണ്ട് ഫെബ്രുവരി 13 ഈ പറയുന്ന ലോക റേഡിയോ ദിനമായി മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1946 ഫെബ്രുവരി 13 UN റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതിൻ്റെ സ്മരണാർത്ഥമാണ് ഫെബ്രുവരി 13 നമ്മൾ എന്ത് ചെയ്യുന്നത്? റേഡിയോ ദിനമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. US-ന്റെ പ്രത്യക്ഷ സഹായമില്ലാതെ നാറ്റോ സഖ്യം 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി 6 ആഴ്ച നീണ്ട സൈനിക അഭ്യാസം നടത്തി. അഭ്യാസത്തിൻ്റെ പേര് എന്താണ്? അതായത് US-ന്റെ പ്രത്യക്ഷമായിട്ടുള്ള സഹായം ഇല്ലാതെ തന്നെ ഈ നാറ്റോ സഖ്യം 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് ഒരു 6 ആഴ്ച നീണ്ട സൈനിക അഭ്യാസം നടത്തി. ആ അഭ്യാസത്തിൻ്റെ പേരാണ്, പഠിച്ചു വയ്ക്കുക, സ്റ്റെഡ് ഫാസ്റ്റ് ഡാർട്ട് 25. സ്റ്റെഡ് ഫാസ്റ്റ് ഡാർട്ട് 25 എന്നാണ്. ഓക്കെ, ഇനി ഈ സൈനിക അഭ്യാസം നടന്നത് ഏതൊക്കെ രാജ്യങ്ങളിൽ വെച്ചാണ്? ബൾഗേറിയ, റൊമാനിയ, ഗ്രീസ്. ഏതൊക്കെയുണ്ട? ബൾഗേറിയ, റൊമാനിയ, ഗ്രീസ് എന്നീ രാജ്യങ്ങളിൽ വെച്ചാണ് എന്ത് ചെയ്തത്? ഈ സൈനിക അഭ്യാസം നടന്നത്. ഇനി എങ്ങനെയാണ് ഈ നാറ്റോ എന്ന് പറയുന്ന സംഘടന, ആ സഖ്യം രൂപം കൊള്ളത് എപ്പോഴാണ്?
US-ഉം കാനഡയും പിന്നെ എന്താണ്ട് US-ഉം കാനഡയും 30 യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന സൈനിക സഖ്യമാണ് 1949 ഏപ്രിൽ 4-ന് പഠിച്ചു വയ്ക്കുക. 1949 ഏപ്രിൽ 4-ന് സ്ഥാപിതമായ ഏത് നാറ്റോ എന്ന് പറയുന്ന സഖ്യം. US-ഉം കാനഡയും പിന്നെ ഏതാണ്ട് 30 യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന ഒരു സൈനിക സഖ്യമാണ് ആര്? നാറ്റോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്തിടെ അന്തരിച്ച സാം നുയോമ ഏത് രാജ്യത്തിൻ്റെ പ്രഥമ പ്രസിഡൻ്റായിരുന്നു? ആരാണ്ട പേര്? സാം നുയോമ. ആള് നിസ്സാരക്കാരനല്ല, അദ്ദേഹം ഒരു പ്രഥമ പ്രസിഡൻ്റ് ആയിരുന്നു. അദ്ദേഹം ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ആൻസർ നമീബിയാണ്. നമീബിയ. ഇനി നമുക്ക് ആരാണ് ഈ പറയുന്ന സാം നുയോമ എന്ന് നമുക്ക് നോക്കാം. ദക്ഷിണാഫ്രിക്കയുടെ ആധിപത്യത്തിൽ നിന്ന് നമീബിയയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച സാം നുയോമ 15 വർഷം രാജ്യത്തിൻ്റെ പ്രസിഡന്റ് പദവി വഹിച്ചു. അപ്പോൾ ആൾ നിസ്സാരക്കാരനല്ല. ദക്ഷിണാഫ്രിക്കയുടെ ആധിപത്യത്തിൽ നിന്ന് നമീബിയയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഒരു വലിയൊരു വ്യക്തി തന്നെയായിരുന്നു ആര്? നമ്മുടെ സാം നുയോമ. അദ്ദേഹം അതിൻ്റെ ഫലമായിട്ട് 15 വർഷം എന്ത് ചെയ്തു? അവിടുത്തെ പ്രസിഡന്റ് പദവി വഹിച്ചു. 1990 മുതൽ 2005 വരെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? പ്രസിഡന്റ് ആയിരുന്നത്. ഇനി ഈ ഒരു സ്വാതന്ത്ര്യം കിട്ടാനായിട്ടൊരു സംഘടന വേണമല്ലേ? അപ്പോൾ 1960 രൂപം കൊണ്ട സൗത്ത് വെസ്റ്റ് ആഫ്രിക്ക പീപ്പിൾസ് ഓർഗനൈസേഷനാണ് നമീബിയയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത്. ഏതാണ്ട് സൗത്ത് വെസ്റ്റ് ആഫ്രിക്ക പീപ്പിൾസ് ഓർഗനൈസേഷനാണ് നമീബിയയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. തമിഴ്നാട്ടിലെ സേലം സെൻട്രൽ ജയിലിൽ നടന്ന വെടിവെപ്പിന് 2025 ഫെബ്രുവരി 11-ന് എത്ര വർഷം തികഞ്ഞു എന്നുള്ളതാണ്. എത്ര വർഷം തികഞ്ഞടാ? 75 വർഷം തികഞ്ഞു. അപ്പോൾ സേലം സെൻട്രൽ ജയിൽ കണ്ടു, അവിടെ ഒരു വെടിവെപ്പ് നടന്നു അല്ലേ? 2025 ഫെബ്രുവരി 11-ന് എത്ര വർഷം തികഞ്ഞു? 75 വർഷം തികഞ്ഞു. അപ്പോൾ എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണെന്നുള്ളത്. 1950 ഫെബ്രുവരി 11-ന് നടന്ന വെടിവെപ്പിൽ 22 തടവുകാർ കൊല്ലപ്പെട്ടു. 17 പേർ എന്ത് ചെയ്തു? സംഭവ സ്ഥലത്ത് വെച്ചും 5 പേർ പിന്നീട് എന്ത് ചെയ്തു? മരണത്തിന് കീഴടങ്ങി. എന്താണ് വെടിവെപ്പ് എന്നുള്ളത് നമ്മൾ പറഞ്ഞില്ലല്ലോ, നമുക്ക് നോക്കാം. കർഷക ഭൂസമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മലബാറിൽ നിന്ന് ആന്ധ്രയിൽ നിന്നുമുള്ള തടവുകാരെ പാർപ്പിച്ചിരുന്ന പ്രത്യേക സെല്ലിലാണ് പോലീസ് വെടിവെപ്പുണ്ടായത്. അപ്പോൾ ഈ ജയിൽ ചുമ്മാ പിടിച്ചിട്ടല്ല, കർഷകരെയാണ് പിടിച്ചിട്ടത്. അപ്പോൾ അതിനകത്ത് നടന്ന വെടിവെപ്പിലാണ് എന്ത് ചെയ്തത്? ഇത്രയും ആൾക്കാർ എന്ത് ചെയ്തത്? മരണപ്പെട്ടത്. വെടിവെപ്പ് നടത്തുമ്പോൾ അന്നത്തെ മദ്രാസ് മന്ത്രിസഭയിൽ ജയിൽ നിയമവകുപ്പുകളുടെ ചുമതല വഹിച്ചിരുന്നത് നമ്മുടെ മലയാളിയായ ഒരു വ്യക്തിയാണ്. അതാണ് കോഴിപ്പുറത്ത് മാധവമേനോൻ. ആരാണ്? കോഴിപ്പുറത്ത് മാധവമേനോനായിരുന്നു അന്നത്തെ മദ്രാസ് മന്ത്രിസഭയിൽ ജയിൽ നിയമവകുപ്പുകളുടെ ചുമതല വഹിച്ചിരുന്ന വ്യക്തി. ഓക്കെ, ഇനി വെടിവെപ്പിൽ പരിക്കേറ്റ കാന്തലോട്ട് കുഞ്ഞമ്പു പിൽക്കാലത്ത് കേരളത്തിൽ എന്തായിട്ട് മാറി? ആരായിട്ട് മാറി? വനം മന്ത്രിയും. അതുപോലെ ഈ C. കണ്ണൻ, A. കണാരൻ എന്നിവർ സംസ്ഥാന നിയമസഭാ അംഗങ്ങളുമായിട്ട് മാറി. അതുപോലെ 2025 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിലെ അത് പ്രകാരം ലോകത്തെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം, കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പ്രകാരം ഏറ്റവും കൂടുതൽ അഴിമതി കുറഞ്ഞ രാജ്യം അതാരാണ്ട? ഡെൻമാർക്കാണ്. കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് 2025 അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്കാണ്. ഡെൻമാർക്ക്. അതിന് തൊട്ടുമില്ലായിട്ട് ഫിൻലൻഡ്, സിംഗപ്പൂർ, ന്യൂസിലാൻഡ് ഇവയൊക്കെ അതിന് തൊട്ട് പുറകെയുണ്ട് അഴിമതി കുറഞ്ഞ രാജ്യങ്ങളായിട്ട്. അപ്പോൾ ഏറ്റവും അഴിമതി കൂടിയ രാജ്യം എന്നറിയണ്ടേ? അതേതാണ്ട ദക്ഷിണ സുഡാനാണ് ഏറ്റവും കൂടുതൽ അഴിമതി കൂടിയ രാജ്യം. ഇനി നമ്മുടെ ഇന്ത്യ അറിയണം, ചൈന, ശ്രീലങ്ക, ഇതൊക്കെ പാകിസ്ഥാൻ്റെ ഒക്കെ നമുക്ക് കാര്യങ്ങൾ അറിയാം. 180 രാജ്യങ്ങളിലാണ് ഈ സർവേ നടത്തിയത്. അതിലെന്താണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്ട? 96ആണ്. ഇന്ത്യ 96ാം സ്ഥാനക്കാരനായി. ചൈന 76ആണ്. ശ്രീലങ്ക എത്രയാണ്ട? 121ആണ്. പാകിസ്ഥാൻ 135ആണ്. അതുപോലെ ബംഗ്ലാദേശ് ആണെങ്കിലോ 151 എന്നീ സ്ഥാനങ്ങളാണ്. ഇനി ഏറ്റവും വലിയൊരു കാര്യം പറയാൻ പോവുകയാണ്. വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റായിട്ട്
ഇതാദ്യമായിട്ട് മാർപ്പാപ്പ എന്നൊരു വനിതയെ നിയമിച്ചു. ആ വനിതയുടെ പേരെന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വത്തിക്കാൻ സിറ്റി നമുക്കറിയാം, പോപ്പിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഭരണത്തിന് കീഴിലുള്ള സിറ്റിയാണ് വത്തിക്കാൻ സിറ്റി. അപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഒരു വനിത വരികയാണ്. ഒരു വനിതയെ നിയമിച്ചു. ആ വനിതയുടെ പേരാണ് സിസ്റ്റർ റഫേല പെട്രീന. സിസ്റ്റർ റഫേല പെട്രീനയാണ് ഇപ്പോൾ നമ്മുടെ വത്തിക്കാൻ സിറ്റിയുടെ പുതിയ പ്രസിഡന്റ്. ഒരു വനിത കൂടെയാണ് കേട്ടോ, വനിതയാണ് അവർ. അടുത്തത്, ഇന്ത്യയുടെ എത്രാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ. അപ്പോൾ ഇന്ത്യയുടെ എത്രാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 26ാമതാണ്. അതാണ്ട് 26ാമതാണ്. അപ്പോൾ ഈ ഗ്യാനേഷ് കുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഗ്ര, അതായത് UP സ്വദേശിനിയായ ഗ്യാനേഷ് കുമാർ 1988 ബാച്ച് കേരള കേഡറിലുള്ള ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. ഓക്കെ, അവിടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. 2025 ഫെബ്രുവരി 18-ന് അന്തരിച്ച കഥാകൃത്തും അധ്യാപകനുമൊക്കെ ആയിട്ടുള്ള ഒരു ചലച്ചിത്ര പ്രവർത്തകൻ ആരായിരുന്നു? അത് ശ്രീവരാഗം ബാലകൃഷ്ണനാണ്. ശ്രീവരാഗം ബാലകൃഷ്ണൻ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. സംസ്ഥാന സർക്കാരിൻ്റെ കുടുംബാസൂത്രണ പരിപാടിയുടെ പ്രചരണാർത്ഥം അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ഏതൊക്കെയുണ്ട പ്രതിസന്ധി, അതുപോലെ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സ്വാതി തിരുനാൾ, ഈ തുടങ്ങിയ സിനിമകൾക്ക് തിരക്കഥയും സംഭാഷണമൊക്കെ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വൈദ്യരുടെ പൂവമ്പഴം, അതുപോലെ ലളിതാംബിക അന്തർജനത്തിൻ്റെ മാണിക്യൻ, ഈ തുടങ്ങിയ ടെലിഫിലിമുകൾക്ക് അദ്ദേഹം തിരക്കഥയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളാണ് ആര്? ഈ പറയുന്ന ശ്രീവരാഗം ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി. ഇനി ഏറ്റവും വലിയ കാര്യമാണ്, രാജ്യത്തെ 6 ദേശീയ പാർട്ടികൾക്ക് 2023-24 വർഷം ലഭിച്ച വരുമാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ, അതായത് 74.56% നേടിയത് ആരാണ്? ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്? ഏത് ദേശീയ പാർട്ടിയാണ്? അത് BJP ആണ്. BJPക്ക് ലഭിച്ച തുക എന്ന് പറയുന്നത് 4340.47 കോടി രൂപയാണ് ലഭിച്ചത്. രണ്ടാം സ്ഥാനത്ത് തൊട്ടുമില്ലായിട്ട് ആരുണ്ട്? കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസിന് കിട്ടിയ എത്രയാണ്? 1225.12 കോടി രൂപ ലഭിച്ചു. അതായത് 21% ആര് നേടിയത്? കോൺഗ്രസ് നേടിയത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. കേരള സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന 2025 നിശാഗന്ധി പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? പണ്ഡിറ്റ് രാജേന്ദ്ര ഗഗാനിയാണ്. ഓക്കെ, അദ്ദേഹം വേറെ ആരുമല്ല, ഒരു കഥക് നർത്തകനാണ് അദ്ദേഹം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. 1985-86 നോബൽ ജേതാവിനെ നിശ്ചയിക്കാനുള്ള, ശ്രദ്ധിക്കണേ, നല്ലൊരു ക്വസ്റ്റ്യനാണ്. 1985-86 നോബൽ ജേതാവിനെ നിശ്ചയിക്കാനുള്ള 5-അംഗ ജൂറിയിൽ അംഗമായിരുന്ന അടുത്തിടെ അന്തരിച്ച ഒരു ബയോകെമിസ്റ്റ് ഉണ്ട്. ആ ബയോകെമിസ്റ്റിൻ്റെ പേരാണ് ഡോക്ടർ മാധവ ഭട്ടതിരി. ആരാണ്? ഡോക്ടർ മാധവ് ഭട്ടതിരിയാണ് 1985-86 കാലഘട്ടത്തിൽ നോബൽ സമ്മാന ജേതാക്കളെ നിശ്ചയിക്കുന്ന ആ ജൂറിയിലെ 5-അംഗ ജൂറിയിൽ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് ആര്? നമ്മുടെ ഡോക്ടർ മാധവ് ഭട്ടതിരി. കേരളത്തിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ നോബൽ സമ്മാനാർഹരെ നിശ്ചയിക്കുന്ന സമിതി അംഗമായ ഏക മലയാളിയും ആര് തന്നെയാണ്? ഈ പറയുന്ന ഡോക്ടർ മാധവ ഭട്ടതിരിയാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത്, 2025 ലോക പയർവർഗ ദിനത്തിൻ്റെ വിഷയം എന്തായിരുന്നു? അതിതായിരുന്നു, പൾസേഴ്സ് ബ്രിങ്ങിങ് ഡൈവേഴ്സിറ്റി ടു അഗ്രോ ഫുഡ് സിസ്റ്റം എന്നായിരുന്നു ആ ഒരു വിഷയം. പയർവർഗ ദിനത്തിൻ്റെ വിഷയം ഇതായിരുന്നു, പൾസേഴ്സ് ബ്രിങ്ങിങ് ഡൈവേഴ്സിറ്റി ടു അഗ്രോ ഫുഡ് സിസ്റ്റം എന്നുള്ളതായിരുന്നു ആ ഒരു വിഷയം. അത് നമ്മൾ അടുത്ത പറയേണ്ട ഒരു കാര്യമുണ്ട്. പയർവർഗ ദിനാചരണം എന്ന് പറയുന്നത് ഏത് ദിവസമാണ്? ഫെബ്രുവരി 10 ആയിരുന്നു. ഏതാണ്ട് ഫെബ്രുവരി 10. ഫെബ്രുവരി 13 ഏതായിരുന്നു? ലോക റേഡിയോ ദിനമായിരുന്നെങ്കിൽ ഫെബ്രുവരി 10 ലോക പയർവർഗ ദിനമാണ്. ഇനി US നാടുകടത്തുന്ന അനധികൃത കുടിയേറ്റക്കാരെ സ്വന്തം നാടുകളിലേക്ക് അയക്കുന്നത് വരെ പാർപ്പിക്കാൻ സന്നദ്ധത അറിയിച്ച മധ്യ അമേരിക്കൻ രാജ്യമാണ് ഏത്? കോസ്റ്ററീക്ക. പഠിച്ചു വയ്ക്കുക. US നാടുകടത്താൻ ശ്രമിക്കുന്ന അനധികൃതരെ എന്ത് ചെയ്യുക? തൽക്കാലത്തേക്ക് പാർപ്പിക്കാനായിട്ടൊരു ഒരു അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ മധ്യ അമേരിക്കൻ രാജ്യം കോസ്റ്ററീക്കയാണ്. കോസ്റ്ററീക്ക. ഇനി നമുക്ക് പറയാനുള്ള കാര്യം ഇതാണ്. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള
ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതി. അപ്പോൾ അത് പഠിക്കുക. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ പേര് സമുദ്രയാൻ പദ്ധതി. അപ്പോൾ നിർമ്മിച്ച അന്തർവാഹിനിയുടെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. ആ അന്തർവാഹിനിയുടെ പേരെന്താണ്? ആ അന്തർവാഹിനിയുടെ പേരാണ് മത്സ്യ 6000. അപ്പം സമുദ്രയാൻ പദ്ധതി എന്താണ്? മനുഷ്യൻ കടലിൻ്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അന്തർവാഹിനിയുടെ പേരെന്താണ്? മത്സ്യ 6000. ഇപ്പം 3 പേരെ സമുദ്രത്തിൻ്റെ 6000 മീറ്റർ കൊണ്ടുപോകുന്നുണ്ട്. 6000 മീറ്റർ. അതുകൊണ്ടാണ് മത്സ്യ 6000 എന്നുള്ള പേര് വരാൻ കാരണം. ഇപ്പം 3 പേരെ സമുദ്രത്തിൽ 6000 മീറ്റർ താഴെ എത്തിച്ച് പരിവേഷണം നടത്തുന്ന സമുദ്രയാൻ പദ്ധതി സമുദ്രയാൻ പദ്ധതി 2026 യാഥാർത്ഥ്യമാകുമെന്നാണ്. ഓക്കെ. അതുപോലെ ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയാണ് അന്തർവാഹിനി നിർമ്മിച്ചത്. അപ്പോൾ അന്തർവാഹിനി നിർമ്മിച്ചവരാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയാണ് ഈ പറയുന്ന അന്തർവാഹിനി നിർമ്മിച്ചത്. ഇനി വീണ്ടും അടുത്തൊരു കാര്യം നോക്കിക്കേ. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന ചങ്ങാതി അവരെ പഠിപ്പിക്കുന്നത് ചങ്ങാതി എന്നാണ്. ചങ്ങാതി പദ്ധതിയുടെ ഭാഗമായുള്ള ഹമാരി മലയാളം പാഠാവലി ഇനി ഡിജിറ്റൽ രൂപത്തിലും ലഭ്യമാകും. അപ്പോൾ അതിൻ്റെ സാക്ഷരതാ മിഷൻ 2018 ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത്. ഓക്കെ. അതായത് ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന പദ്ധതിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ ചങ്ങാതി. ചങ്ങാതി. അതിൻ്റെ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാകുന്ന ഒരു പരിപാടിയാണ് ഹമാരി മലയാളം പാഠാവലി. ഓക്കെ. ഇനി ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാകും. അപ്പം സാക്ഷരതാ മിഷൻ 2018 ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കറണ്ട് അഫെയർ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഈ വീക്കിലി കറണ്ട്, അതായത് നമ്മുടെ ഏപ്രിൽ മാസത്തെ ഒരു വീക്കിലി കറണ്ട് അഫെയർ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കറണ്ട് അഫെയർ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ.